ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു സമയത്ത് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. അവരുടെ ഒരു കറന്റ് തോട്ട്സ് നമുക്ക് നോക്കാം. നിങ്ങളെക്കുറിച്ചാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ എന്താണ് ചിന്തിക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ എന്ത് തന്നെയും ആയിക്കൊള്ളട്ടെ, സെപ്പറേഷൻ സ്റ്റേജോ ബ്രേക്കപ്പ് എനർജിയോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരിപ്പോ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് എടുക്കുന്നത്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും നല്ല ഒരു ഗൈഡൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണെ നന്നായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക. പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. King of Coins, Ten of Cups, Page of Cups, Two of Cups, Nine of Wands, Three of Cups, the Wheel of Fortune, Four of Swords, Chariot, Empress, the Magician, Nine of Coins, Seven of Coins, Nine of Swords, Ace of Wands, Knight of Coins, Five of Cups, King of Wands. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ദ വേൾഡ് എനർജി ആണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡില് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ നിങ്ങൾ അകന്ന് ഒരുപാട് കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥയായിരിക്കാം. ചിലവരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ട് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനും ആയിരിക്കാം. അപ്പൊ എങ്ങനെയാണ് എന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഏത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഓർക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ്, നിങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഒരു പ്ലാനിങ്ങോട് കൂടിയല്ല നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചിരിക്കുന്ന കുറേയധികം കാര്യങ്ങൾ, ഇവരുടെ മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതെല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കടന്നു വന്നിരിക്കുന്ന പ്രശ്നങ്ങളാണ്. വളരെ ഒരു സക്സസ് ആയിട്ട് വളരെ ഒരു ഹാപ്പിനെസ് ആയിട്ട് മുന്നോട്ടേക്ക് പോയ ഒരു ബന്ധമായിട്ടാണ് നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജിയെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ അപ്രതീക്ഷിതമായി സംഭവിച്ചിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ടിട്ട് ഇങ്ങനെയൊക്കെ ആയ സിറ്റുവേഷനിൽ ഇപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇവിടെ ഭയങ്കരമായ ഒരു പെയിൻ ഒക്കെ അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവരിവിടെ ഭയങ്കരമായിട്ടൊരു വേദനകളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതും നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് അവർക്ക് ആ ഒരു വേദനകൾ വരുന്നത്. ഇവര് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ സമയത്ത് ആ ഒരു മാറ്റം അല്ലെങ്കിൽ ആ ഒരു സെപ്പറേഷൻ സ്റ്റേജ് വരുന്ന ആ ഒരു സമയത്ത് ഒരുപാട് വാക്കുകൾ കൊണ്ട് നിങ്ങളെ മുറിവേൽപ്പിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇപ്പോ ആ ഒരു വാക്കുകൾ കൊണ്ട് നിങ്ങളെ മുറിവേൽപ്പിക്കേണ്ടി വന്നതിൽ അവർക്കൊരു കുറ്റബോധം തോന്നുന്നുണ്ട്. അവർക്ക് സ്വയം തോന്നുന്നുണ്ട് താൻ പറഞ്ഞു പോയ കാര്യങ്ങളൊക്കെ കുറച്ച് കൂടി പോയിട്ടുണ്ടോ, പ്രവർത്തിച്ച രീതികളൊക്കെ കുറച്ചധികം കൂടി പോയിട്ടുണ്ടോ എന്നുള്ള ഒരു ചിന്തകളൊക്കെ ഇവരുടെ ഉള്ളിലുണ്ട്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു പാസ്റ്റിൽ കഴിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഇവരുടെ ഉള്ളിൽ ഒരു ഭയവും തോന്നുന്നുണ്ട്. കാരണം ഇവര് നിങ്ങളെ ഭയങ്കരമായിട്ട് ഓർക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നൊരു ചിന്തകൾ ഇവരുടെ മനസ്സിൽ തോന്നി തുടങ്ങിയതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പാസ്റ്റിലെ പ്രശ്നങ്ങളെ ഓർക്കുമ്പോൾ ഒരു ഫിയർ ഉണ്ടെങ്കിലും എങ്കിലും ഇനി എന്ത് വന്നാലും നേരിടട്ടെ എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ ഇവരുടെ ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്തിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന വേൾഡ് എനർജിയാണ്.
ഒരു സന്തോഷകരമായ പരിസമാപ്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ കൊണ്ടുവരണം. എന്ന് വെച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി മറിഞ്ഞ് നിന്ന് കളിച്ചിട്ട് കാര്യമില്ല. ചിലപ്പോൾ നിങ്ങളും ഈ ഒരു പേഴ്സണിനെ കുറിച്ച് ഓരോ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരിക്കാം. ഇവരുടെ ലൈഫിൽ ഹാപ്പി ആണോ, ഇവരിപ്പോ എന്താണ് ഇവരുടെ സിറ്റുവേഷൻ, ഇതെല്ലാം അറിയാനായിട്ട് നിങ്ങൾക്കും ആകാംക്ഷ ഉണ്ടായിരിക്കാം. നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് ഭയങ്കരമായ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ആകാംക്ഷ ഇവരിലും കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു മാറി നിന്നുകൊണ്ട് അന്വേഷിക്കുന്ന ഈ ഒരു പരിപാടികള് കാര്യങ്ങള് ഇതൊക്കെ പൂർണ്ണമായിട്ടും ഒരു അവസാനത്തിലേക്ക് കൊണ്ടുവരണം. അതൊരു സന്തോഷകരമായ പരിസമാപ്തി തന്നെ ആയിരിക്കണം. കാരണം ഒരുമിച്ചുള്ള ഒരു ജേർണി അത് ഇവരുടെ മനസ്സിലേക്ക് ഒരു ആഗ്രഹമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയായിട്ട് വന്നു തുടങ്ങിയിരിക്കുന്ന സമയമാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദ ലവേഴ്സ് എനർജി ആണ് വന്നിരിക്കുന്നത്. വളരെയധികം ആത്മാർത്ഥമായ ഒരു പ്രണയം, ഒരു സ്നേഹം ഇതെല്ലാം നിങ്ങളുടെ പേഴ്സണിൽ നിങ്ങളോട് തോന്നി തുടങ്ങിയിരിക്കുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അവരൊരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങോട്ടേക്കാണോ ഇവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും ഇറങ്ങിപ്പോയത് അതേ സ്ഥലത്ത് നിന്നും അവരൊരു കയറ്റം എന്ന് വെച്ചാൽ വീണ്ടും തിരിച്ചു വരണം എന്നുള്ള രീതിക്ക് അവർ പകുതി വരെയുള്ള യാത്രയിലേക്ക് എത്തിക്കഴിഞ്ഞു. എന്ന് വെച്ചാൽ അവരുടെ മനസ്സുകൊണ്ടും അവരുടെ ആ ഒരു ശരീരം കൊണ്ടും എല്ലാ രീതിക്കും അവർ prepared ആണ് എന്നുള്ള രീതിക്കാണ് നമുക്ക് എനർജി കാണിക്കുന്നത്. അവർക്ക് ഇതുവരെ ഒരു നിലപാടോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെ നിന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ വളരെ പതുക്കെ പതുക്കെ വളരെ സ്ലോ ആയിട്ട് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരുന്ന വ്യക്തിയാണെങ്കിൽ പോലും അവരിപ്പോൾ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് ഈ ഒരു പതുക്കെയുള്ള അവസ്ഥകൾക്കെല്ലാം പൂർണ്ണമായും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് ആ ഒരു ബന്ധത്തിന്റെ വളർച്ച അത് വീണ്ടെടുക്കണം. കാരണം ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചിരുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ ഒരുമിച്ച് ഒരേ സ്ഥലത്ത് ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലിവിങ് പോലെയൊക്കെ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്ത വ്യക്തികളൊക്കെയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വീണ്ടും അതേപോലെ തന്നെ നിങ്ങളുടെ ബോണ്ടിങ് കൊണ്ടുവരണമെന്നും ഒരുമിച്ച് സന്തോഷകരമായിട്ട് തന്നെ ആ ഒരു പഴയ കാലത്തിലേക്ക് തന്നെ ഈ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകണമെന്നുമുള്ള ചിന്തകളാണ് ഇവരുടെ ഉള്ളിലുള്ളത്. അതിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് തന്നെ എത്ര എഫേർട്ട് എടുക്കാനും ഇവർ തയ്യാറാണ്. ഇവരുടെ മനസ്സിലുള്ള ഇവരുടെ ഹൃദയത്തിലുള്ള ആ ഒരു സ്നേഹം അതിന്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു ഉടമസ്ഥൻ അല്ലെങ്കിൽ ഉടമസ്ഥ എന്ന് പറയുന്നത് നിങ്ങളാണ് എന്നുള്ള ഒരു തീരുമാനത്തിലാണ് അവർ നിൽക്കുന്നത്. ഇനി ആരൊക്കെ അവരുടെ ചുറ്റിലും ഉണ്ടെന്ന് പറഞ്ഞാലും ആരൊക്കെ അവരുടെ ലൈഫിലേക്ക് വരാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും അതൊന്നും അവർക്കൊരു ഹാപ്പിനെസ് നൽകുന്നില്ല. അവരുടെ ചിന്തകളിൽ നിങ്ങളാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹത്തെ അവരിപ്പോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിലും ആ ഒരു സ്നേഹം നിങ്ങൾക്ക് നൽകാനും പരസ്പരം നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ നിലനിർത്താനും ഒരു forgiveness ഒരു തുറന്നു പറച്ചില് രണ്ട് വ്യക്തികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തുറന്നു പറഞ്ഞതിന് ശേഷം ആ ഒരു ഹൃദയത്തിന്റെ സ്നേഹത്തെ പരസ്പരം കണക്ട് ചെയ്യണം. എന്ന് വെച്ചാൽ ഷെയറിംഗ് മെന്റാലിറ്റി ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് സംബന്ധിച്ചിട്ട് മറ്റേതെങ്കിലും വ്യക്തികളോ സിറ്റുവേഷൻസോ ഒക്കെ തേർഡ് സിറ്റുവേഷൻ ആയിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു തേർഡ് സിറ്റുവേഷനെ എല്ലാം പൂർണ്ണമായിട്ടും മാറ്റിയിട്ട് ഈ ഒരു ബന്ധത്തിൽ ഒരു സെലിബ്രേഷൻ കൊണ്ടുവരിക. സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു കമ്മിറ്റ്മെന്റ് നടത്തുക. അതും വളരെ ഹാപ്പി ആയിട്ടുള്ള രീതിയിലേക്ക് തന്നെ ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ടുവരണം. അൺഎക്സ്പെക്ടഡ് ആയിട്ട് സംഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്കും തിരിച്ചു വരാനായിട്ട് ഇവർ തയ്യാറാണ്. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ചിന്തകളിൽ ഇവർ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അത്രത്തോളം ആഗ്രഹത്തോടു കൂടി അവർ അവരുടെ ഇമോഷൻസിനെ എന്ന് വെച്ചാൽ മനസ്സിനെ അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങളോടുള്ള സ്നേഹമാണ് ഇപ്പൊ അവരുടെ മനസ്സിലേക്ക് തോന്നിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വികാരമായിട്ട് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പൊ അവരുടെ മനസ്സിനെ ഇമോഷൻസിനെ ഒക്കെ കൺട്രോൾ ചെയ്തിട്ട് ഇമോഷൻസ് ഒക്കെ പറയുമ്പോൾ അവർക്ക് കുറച്ച് ദേഷ്യവും കാര്യങ്ങളും ഒക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ദേഷ്യത്തിനെ എല്ലാം അവര് തന്നെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയാണ്. അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഇനി ആവരുത് എന്നുള്ള രീതിക്ക്. അപ്പൊ അങ്ങനെ ഇമോഷൻസ് കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്തിട്ടും അതുപോലെ അവരുടെ ഇന്നർ വോയിസ് ഈ ഒരു സമയത്ത് അവരോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് അവരൊരു വാല്യൂ നൽകുന്നുണ്ട്. അവരോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബന്ധത്തിലെ കണക്ഷൻ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പൊ വളരെയധികം ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്പിരിച്വൽ കണക്ഷനിലേക്ക് അവർ മാറിയിട്ടുണ്ട്. അതോടൊപ്പം അവർക്ക് കുറെ അധികം പേഷ്യൻസ് ക്ഷമ കാര്യങ്ങള് ഇതെല്ലാം ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അവർ അവരുടെ എനർജിയിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളും ഒരു മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രാർത്ഥന കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവരുടെ എനർജി നിങ്ങളിലേക്ക് കണക്ട് ആവും. ഒരേപോലെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരു ടെലിപ്പതി കണക്ഷൻ പോലെ അവരുടെ എനർജി നിങ്ങൾക്ക് ഒരു വൈബ്രേഷൻ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം.
അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ പെട്ടെന്ന് തന്നെ ചില മാറ്റങ്ങൾ കടന്നു വരാൻ പോകുന്ന വ്യക്തികളൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ആവുന്നതുമായിട്ട് ബന്ധപ്പെട്ട് യൂണിവേഴ്സൽ സയൻസ് കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നുണ്ടായിരിക്കാം. ഇവർ അത്രത്തോളം നിങ്ങളെ ഓർക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു എനർജി വേരിയേഷൻസ് വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു വൈബ്രേഷൻ ഫീലിംഗ് നിങ്ങളിൽ വരുന്നത്. അപ്രതീക്ഷിതമായിട്ട് ഏഞ്ചൽ നമ്പേഴ്സ് കാണുക, ബട്ടർഫ്ലൈസിനെ കാണുക, ട്വിൻസിനെ കാണുക, അതുപോലെ വെറുതെ ഇരിക്കുമ്പോൾ ഇവരുടെ ഓർമ്മകൾ മനസ്സിലേക്ക് കടന്നു വരിക, പെട്ടെന്നൊരു ഹാപ്പിനെസ് നിങ്ങൾക്ക് തോന്നുക, ഒരു ദുഃഖാവസ്ഥയിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു മൂഡ് ഓഫ് ആയിട്ടിരുന്നാലും പെട്ടെന്നൊരു ഹാപ്പിനെസ് വരിക. അങ്ങനെ നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾക്ക് ആ ഒരു വേരിയേഷൻസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവരായിട്ട് സ്വന്തമായിട്ട് എഫേർട്ട് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവർ നിങ്ങളിലേക്ക് സ്നേഹവും കാര്യങ്ങളൊക്കെ തരാതെ മാറ്റി നിർത്തിയതിൽ അവർക്കിപ്പോൾ ഒരുപാട് വേദനകളുണ്ട്. അപ്പോൾ ആ തരാതിരുന്ന സ്നേഹത്തെ ഇരട്ടിയായിട്ട് തന്നെ നിങ്ങൾക്ക് നൽകാനും സ്വന്തമായിട്ട് തന്നെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്ത് പ്രവർത്തിക്കുക, സ്വന്തമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, വീണ്ടും ആ ഒരു പഴയ ബോണ്ടിങ്ങിലേക്ക് റിലേഷൻഷിപ്പിനെ എത്തിക്കാനായിട്ട് തന്നാൽ കഴിയാവുന്ന രീതിക്ക് എല്ലാ കാര്യങ്ങളും ഇനിയെങ്കിലും മുന്നോട്ടേക്ക് ചെയ്യണം എന്നുള്ളൊരു മെന്റാലിറ്റി ഒക്കെയാണ്, അല്ലെങ്കിൽ ആ ഒരു തോട്ടൊക്കെയാണ് ഇവരുടെ ഉള്ളിൽ വളരെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഇമോഷൻസിനെയും കാര്യങ്ങളെല്ലാം അവരിപ്പോൾ കൺട്രോൾ ചെയ്യുന്നത്. വളരെ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ഷൻ എടുക്കാൻ പോകുമ്പോൾ അവരുടെ ദേഷ്യവും കാര്യങ്ങളോ കൊണ്ടിട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് നടത്തുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇവരോട് ചോദിക്കുകയോ പറയുകയൊക്കെ ചെയ്യും. ഈ ഒരു ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായല്ലോ. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇവർക്കൊരു ദേഷ്യം, ഭയങ്കരമായിട്ടൊരു ദേഷ്യമൊക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ അവരവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ഷനിലൂടെ വേണം ഈ റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട്. ആ ഒരു ജേർണി എന്ന് പറയുന്നത് ഒരു രീതിയിലും ഇനി തകർന്നു പോകാത്ത രീതിയിൽ, അതാണ് ആ ഒരു പരിസമാപ്തി എന്നുള്ള രീതിക്ക് നമുക്കിവിടെ കിട്ടുന്നത്. ഒരു രീതിയിലും പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിൽ മാക്സിമം എഫേർട്ട് എടുക്കണം. അപ്പൊ ഇവർ എഫേർട്ട് എടുക്കാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിന്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിൽ ലഭിക്കും എന്നുള്ളത് അവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇതിനൊരു പ്രോഗ്രസ് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ ഓരോ മൂവ്മെന്റും ഇപ്പൊ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ പവർഫുൾ ആയിട്ട് തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളെ ഇപ്പൊ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അവർ ഒരുപാട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മുന്നോട്ടേക്കുള്ള കാര്യങ്ങൾ, അത് എങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ എങ്ങനെ ആവണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ വളരെ പാഷനേറ്റ് ആയിട്ട് ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് വരിക എന്ന് പറയുന്നതും ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ വീണ്ടും എല്ലാം ശരിയാക്കി എടുക്കുക എന്ന് പറയുന്നതും ഒരു വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ടാസ്ക് അല്ല. അത് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. കുറച്ച് ഹെവി ടാസ്ക് തന്നെയാണ്. പക്ഷേ എന്തും ആയിക്കൊള്ളട്ടെ, ഇനിയും ഈ ഒരു സിറ്റുവേഷനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അല്ലെങ്കിൽ ഇതിനകത്തൊരു ചേഞ്ച് കൊണ്ടുവന്നേ പറ്റുള്ളൂ. നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ എല്ലാ രീതിക്കും ഒരു ന്യൂ ബിഗിനിങ് വേണം. വീണ്ടും നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഒരു കമ്മിറ്റ്മെന്റ് കാർഡാണ് വന്നിരിക്കുന്നത്, ഒരു മാരേജ്. നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ വിവാഹമൊക്കെ ആഗ്രഹിച്ചിരുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പ്രപ്പോസ് ചെയ്യണം എന്നുള്ള ചിന്ത ഒക്കെ മനസ്സിൽ വന്നിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി അല്ല, നിങ്ങളുടെ ആ ഒരു ബോണ്ടിങ് ഒരുമിച്ച് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഒരു ലൈഫ് ലോങ് പോലെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പോലും ആ ഒരു പുതിയ ഫീലിംഗ് ആണ് നിങ്ങളുടെ പേഴ്സണലി ഈ ഒരു സമയത്ത് തോന്നുന്നത്. ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഫീലിങ്സ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പ്രസൻസ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന സിറ്റുവേഷനിലാണ് അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് മിസ്സിങ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവരുടെ ലൈഫിൽ നിങ്ങൾ ആരായിരുന്നു എന്നുള്ളൊരു സത്യം ഇവർ മനസ്സിലാക്കുന്ന സ്റ്റേജ് ആണിത്. അപ്പൊ നിങ്ങളുടെ വ്യക്തിയിൽ സംഭവിക്കുന്ന ഈ ഒരു മാറ്റങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്കൊരു അതിശയകരമായിട്ട് തോന്നിയേക്കാം. കാരണം അവരൊട്ടും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഇമോഷണൽ ഫീലിങ്സിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും വളരെ ഡിപ്രഷൻ അവസ്ഥയിൽ നിൽക്കുന്ന പേഴ്സൺ. ഇവർ ഇങ്ങനെ ഒരു വ്യക്തിയായിട്ട് ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. ഇമോഷൻസ് ഒക്കെ അവർ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ കരഞ്ഞു കാണിക്കുകയോ അങ്ങനെ അവരുടെ വിഷമങ്ങൾ തുറന്നു കാണിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാത്തൊരു ബോൾഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണ്. എന്നാൽ ഇപ്പോ നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സന്റെ ഈ ഒരു പ്രസൻസ് അവരുടെ ലൈഫിൽ ഇല്ലാതിരിക്കുന്ന ഈ ഒരു സ്റ്റേജിൽ അവർ ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. അതിപ്പോ അവരുടേതായ ടൈമിൽ, ഇപ്പൊ നൈറ്റ് ആയിക്കൊള്ളട്ടെ ഡേ ടൈം ആയിക്കൊള്ളട്ടെ, അവർ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തൊക്കെ നിങ്ങളെ ഓർക്കുകയും നിങ്ങളുടെ ആ ഒരു കെയറിങ് അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു സപ്പോർട്ട്, സ്നേഹം,
ഇതെല്ലാം ഓർക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഭയങ്കരമായ ഒരു പെയിൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. മാനിഫെസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയോട് അവരുടെ ആഗ്രഹം അവർ അറിയിക്കുകയാണ് അല്ലെങ്കിൽ ചോദിക്കുകയാണ്. ഈ ഒരു പെയിൻഫുൾ ആയ സിറ്റുവേഷൻസിന് എത്രയും വളരെ പെട്ടെന്ന് തന്നെ ഒരു മാറ്റം വേണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹത്തോടു കൂടി തന്നെ എല്ലാ രീതിയിലും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു റീബർത്ത്, കാരണം അവരുടെ ഇന്നർ വോയിസ് അവരോട് ഇപ്പൊ പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഇന്നർ വോയിസ് അവരെ തന്നെ വിളിക്കുകയാണ്, ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്. ഒരു പുതിയ ഉണർവാണ് നിങ്ങളുടെ പേഴ്സണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഫോർഗീവ്നെസ് ഒക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഏറ്റുപറച്ചിലുകൾ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക. ഇവർ ഒരു ലിമിറ്റിൽ കൂടുതൽ നിങ്ങളിലേക്ക് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല. എന്നുവെച്ചാൽ ഇവരുടെ ഉള്ളിലുള്ള സ്നേഹം പോലും ഇവര് എത്രയും നല്ല രീതിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് പോലും ഒരു ലിമിറ്റിൽ കൂടുതൽ എക്സ്പ്രസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡിലെ പേഴ്സൺ മനസ്സിന്റെ ഉള്ളിൽ നിങ്ങളോട് ഒരുപാട് ഭയങ്കരമായ ബോണ്ടിങ് ഉള്ള വ്യക്തികളാണ്. അപ്പൊ അങ്ങനെ അത്രയും ബോണ്ടിങ് ഉള്ള വ്യക്തികൾ ആയതുകൊണ്ട് തന്നെ അവർ അതെല്ലാം വളരെ പെട്ടെന്ന് ഇനി നിങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനാണ് അവരുടെ ദേഷ്യത്തെയൊക്കെ അവർ കൺട്രോൾ ചെയ്യുന്നത്. കാരണം ഇവർക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദേഷ്യമോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അവർ ആ ഒരു കാര്യങ്ങൾ പിന്നെ ഷെയർ ചെയ്യില്ല. അങ്ങനത്തെയൊക്കെ ഒരു രീതിയാണ്. അപ്പൊ അവരുടെ ആ ഒരു ക്യാരക്ടറിനെ പോലും അവരിപ്പോ നിങ്ങൾക്ക് വേണ്ടി ചേഞ്ച് ചെയ്യാൻ തയ്യാറാവുകയാണ്. കാരണം അവർക്ക് ഇതിനകത്തൊരു സൊല്യൂഷൻ വേണം. അല്ലെങ്കിൽ അവർക്ക് വന്നിരിക്കുന്ന ഈ ഒരു ന്യൂ ഫേസിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ആ ഒരു ഉണർവിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അവർക്ക് വന്നിരിക്കുന്ന തിരിച്ചറിവുകളാണിത്. വളരെ സത്യസന്ധമായ രീതിയിൽ തന്നെ ആ ഒരു നിങ്ങളുടെ ഹേർട്ട് ആണെന്നുണ്ടെങ്കിലും ഇവരുടെ ഹേർട്ട് ആണെന്നുണ്ടെങ്കിലും കണക്ഷൻ നിലനിർത്തണം എന്നുള്ളത്, പരസ്പരം ആ ഒരു ഹൃദയത്തെ ഒന്ന് ബന്ധിപ്പിച്ച് മുന്നോട്ടേക്ക് പോകണം എന്നുള്ളത്, ഒരിക്കലും വിട്ടുപിരിയാത്ത രീതിയിൽ. അതുപോലെ നിങ്ങൾ ഇവർക്ക് ഇവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഒരുപാട് അഡ്വൈസ്, ഗൈഡൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കാം നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ. അതൊന്നും അന്ന് ഇവർ സ്വീകരിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ അതിനൊന്നും അവരൊരു വാല്യൂ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോ അവരുടെ ലൈഫിൽ ഓരോ സ്റ്റേജ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരിപ്പോ നിങ്ങളെ അങ്ങനത്തെ കാര്യങ്ങളിൽ പോലും മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഗൈഡൻസ്, നിങ്ങളുടെ ഒരു വാക്ക്, അതുപോലും അവരുടെ മിസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുവരെ അവർ വളരെ സ്ലോ ആയിട്ടാണ് ഈ റിലേഷൻഷിപ്പിനെ കണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോ അവർ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് നോക്കിക്കാണുന്നത്. അതുപോലെ ഈ ഒരു ബന്ധത്തിൽ ആ ഒരു വളർച്ച, ആ ഒരു ഹാപ്പിനെസ് അതെല്ലാം നിലനിർത്തണം എന്നൊരു ചിന്ത ഇവരുടെ ഉള്ളിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. ഒരു പുതിയ ഉണർവ് അല്ലെങ്കിൽ പുതിയൊരു എനർജി, അതുപോലെ ആ ഒരു ഫിയർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും, എന്ന് വെച്ചാൽ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഒരു ഫിയർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർ അതിനെയെല്ലാം മാറ്റി നിർത്തുകയാണ്. കാരണം ആ ഒരു ഫിയറിനേക്കാൾ മുകളിലാണ് അവർക്കിപ്പോ നിങ്ങളോട് വന്നിരിക്കുന്ന സ്നേഹം. അപ്പൊ എന്ത് തടസ്സങ്ങള്, ഇപ്പൊ ഫിയർ ആയിക്കൊള്ളട്ടെ മറ്റെന്ത് തടസ്സങ്ങളും ആയിക്കൊള്ളട്ടെ, അതൊന്നും അവരെ ബാധിക്കുന്ന കാര്യമല്ല. വളരെയധികം പ്ലാനിങ്ങോട് കൂടി നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ഓരോ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. കാരണം ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് ലഭിക്കും എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് അവർക്ക് ഈ ഒരു രീതിയിൽ ചിന്തിക്കാനുള്ള കാരണം. അപ്പൊ ഇതുവരെ നിങ്ങളുടെ ബന്ധത്തിന് വേണ്ടി പ്രവർത്തിക്കാതിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു എനർജിയിൽ അല്ലെങ്കിൽ ഇവരുടെ ചിന്തകളിൽ നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി മുന്നോട്ടേക്ക് പ്രവർത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹം തന്നെയാണ് നമുക്കിവിടെ കാണിക്കുന്നത്. അതോടൊപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇവരോടുള്ള സ്നേഹം അത് എത്രത്തോളമാണ് എന്നുള്ളത് അവർക്ക് വളരെയധികം ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ്, ഭയങ്കരമായ ഒരു പ്രൗഡ് മൊമെന്റ് ഇതെല്ലാം അവർക്ക് തോന്നുന്നുണ്ട്. കാരണം അത്രയും നിങ്ങൾ സ്നേഹം അവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിങ്ങളെ വിട്ടുകളയാൻ താല്പര്യമില്ല എന്നുള്ള രീതിക്ക് ചിന്തിക്കുന്നത്. നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന സ്നേഹം തന്നെയാണ് അവരെ നിങ്ങളിലേക്ക് ഇപ്പോൾ അടുപ്പിച്ച് തുടങ്ങിയിരിക്കുന്നത്. അതിന് അതിൻ്റെതായ ഒരു സമയം എടുത്തു എന്ന് മാത്രം. അപ്പോൾ ആ ഒരു വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് തന്നെയായിരിക്കാം. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു കംപ്ലീറ്റ്ലി ട്രാൻസ്ഫർമേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ വലിയ മാറ്റങ്ങളിലൂടെയാണ് നിങ്ങളുടെ ബന്ധം ഇപ്പൊ പോകുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മോശപ്പെട്ട ആ ഒരു കർമ്മ സിറ്റുവേഷൻസ് എല്ലാം പൂർണ്ണമായിട്ട് മാറിയിട്ട് ഒരു ഗുഡ് ലക്ക് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരുന്നത്. അത് നിങ്ങളുടെ ഒരു ഡെസ്റ്റിനി ആണ് ഈ ഒരു പേഴ്സൺ. അതുകൊണ്ടാണ് ഇവര് നിങ്ങളുമായിട്ട് എത്ര അകന്നു നിന്നാലും വീണ്ടും നിങ്ങൾ കണക്ട് ആവുന്നത്. കാരണം ആ ഒരു ഡെസ്റ്റിനി എന്ന് പറയുമ്പോഴത്തേക്കും അത് പ്രശ്നങ്ങൾ ഉണ്ടായാലും വീണ്ടും ഒന്നിക്കും. അപ്പൊ ആ ഒരു പാർട്ട്ണർഷിപ്പ് എനർജി നിലനിർത്തുക, പരസ്പരമുള്ള ആ ഒരു ബോണ്ടിങ് നിലനിർത്തുക.
വളരെയധികം ഒരു attraction നിങ്ങൾക്ക് ഈ ഒരു person ൽ നിന്ന് വിട്ടു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങൾ വേണ്ടാന്ന് വെച്ചാൽ പോലും വീണ്ടും വീണ്ടും നിങ്ങളുടെ മനസ്സ് ഈ ഒരു വ്യക്തിയിലേക്ക് attract ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. അതിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്കിടയിലുള്ള ആ ഒരു connection കൊണ്ട് തന്നെയാണ്. അതുപോലെ ഈ ഒരു ബന്ധത്തില് ആ ഒരു abundance കാര്യങ്ങളൊക്കെ ഇവർ ആഗ്രഹിക്കുമ്പോൾ ഇപ്പൊ നിങ്ങളുടെ relationship ഒരു husband and wife ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞ് കാര്യങ്ങളൊക്കെ may be ഉണ്ടായിരിക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു കുഞ്ഞിനെയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിലേക്ക് ഒരു കുഞ്ഞൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. കാരണം നിങ്ങളുടെ person ഇപ്പൊ അത് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കും മനസ്സുകൊണ്ട് ആ ഒരു ചിന്തകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കിടയിലേക്ക് ഒരു കുഞ്ഞ് വേണം, ഒരു happiness വേണം, വളരെ successful ആയിട്ട് തന്നെ relationship നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ഇപ്പോഴത്തെ situation ന്നൊക്കെ പൂർണ്ണമായിട്ടും ഒന്നുകൂടെ നല്ല രീതിക്ക് ഒന്ന് develop ചെയ്തെടുക്കുക. ഒരു കുറച്ചുകൂടെ നല്ല രീതിയിലേക്ക് ഇതിലൊരു growth കൊണ്ടുവരിക. അപ്പൊ ആ ഒരു growth എന്ന് പറയുമ്പോൾ ഓരോരോ step ആണ്. ആ ഒരു step ലേക്ക് നിങ്ങളുടെ ബന്ധം എത്തിക്കുക. ഈ ഒരു painful ആയ situations എല്ലാം പൂർണ്ണമായിട്ടും end ആവണം. കാരണം ഇതൊരു failure ലേക്ക് പോകാൻ പാടില്ല. ഇപ്പൊ തന്നെ നിങ്ങളുടെ relationship എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു painful ആയ situation ലായിരിക്കാം നിൽക്കുന്നത് തന്നെ. അപ്പൊ ആ ഒരു situations നൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഇവരായിട്ട് തന്നെ തീരുമാനിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ ആ ഒരു courage ഇവരിപ്പോ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ confidence ആയിട്ട് തന്നെയാണ് നിങ്ങളുടെ person ഈ ഓരോ കാര്യങ്ങളും ഇവിടെ plan ചെയ്യുന്നത്. വളരെ fast ആയിട്ട് നിങ്ങളിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു fast എന്ന് പറയുമ്പോൾ വളരെ steady ആയിട്ടായിരിക്കണം. എന്നുവെച്ചാൽ എടുത്തുചാട്ടം ആവരുത്. പെട്ടെന്ന് ചെയ്യണം എന്നാൽ വളരെ ഓരോരോ point കളായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ചെയ്യണം എന്നുള്ളൊരു mentality യിലാണ്. അങ്ങനത്തെ രീതിയിലാണ് ഇവർ ചിന്തിക്കുന്നത്. വളരെ positive ആയിട്ട് ചിന്തിക്കുന്നുണ്ട്. happiness കാര്യങ്ങളൊക്കെ നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഇവരുടെ relationship ൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന തമാശകൾ, കാര്യങ്ങൾ ഇതെല്ലാം ഇവർ ഇപ്പോൾ ഓർത്തെടുക്കുന്നുണ്ട്. അപ്പൊ എങ്ങോട്ടേക്കാണോ ഇവർ പോയത് ആ സ്ഥലത്ത് നിന്നും വീണ്ടും അവര് തിരിച്ച് നിങ്ങളിലേക്കുള്ള ഒരു യാത്രയാണ്. അവിടെ നിന്നും അവർ ആരംഭിച്ചു കഴിഞ്ഞു. അവരുടെ മനസ്സുകൊണ്ട് എല്ലാ രീതിയിലും അവർ okay ആണ്. അവരുടെ പ്രവൃത്തി കൊണ്ട് ഇനി അത് നിങ്ങളെ ബോധിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങളെ അത് ധരിപ്പിക്കുക എന്നൊരു ചിന്തയാണ്. നിങ്ങളെ convince ചെയ്യണം. ഒരു ഒറ്റപ്പെടൽ feeling ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ആ ഒരു നിങ്ങൾ ഇല്ലാത്ത ഈ ഒരു life എന്ന് പറയുന്നത് അവർക്കൊരു happiness നൽകുന്നില്ല. okay അപ്പൊ ഈ ഒരു രീതിയിലേക്കൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു person ന്റെ energy ആണ് നമുക്കിവിടെ connect ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങളുടെ person ന്റെ energy ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് check ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ relationship reading എന്ന് പറയുന്നത് എത്രത്തോളമാണ് നിങ്ങളിലേക്ക് connect ആയിരിക്കുന്നത്, നിങ്ങൾക്ക് resonate ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ check ചെയ്ത് നോക്കുക. resonate ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു strong bonding നിങ്ങളുടെ life ലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് universe നോട് നിങ്ങളുടെ gratitude നിങ്ങൾക്ക് അറിയിക്കാം. അതോടൊപ്പം തന്നെ ആ ഒരു positive ആയിട്ടുള്ള energy യെ നിങ്ങളുടെ life ലേക്ക് നിങ്ങൾക്ക് attract ചെയ്ത് claim ചെയ്യാം. ഇപ്പൊ reading ഉമായിട്ട് connect ചെയ്യുന്ന കുറച്ച് clues കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ relationship ആയിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ person ആയിട്ടാണെന്നുണ്ടെങ്കിലും clues എത്രത്തോളം connected ആണെന്നുള്ളത് check ചെയ്യുക. കാലിക്കറ്റ്, എറണാകുളം, ഏരീസ്, 44 മാർച്ച് എന്നൊരു month, എ എന്നൊരു letter, 40 ജൂലൈ, പുണർദം, തൃശൂർ, വി എന്നൊരു letter, ഇടുക്കി, മലപ്പുറം, പൈസസ്, 1993, കെ എന്നൊരു letter ആണ് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അത് കൂടാതെ നമുക്കിവിടെ വന്നിരിക്കുന്ന numbers എന്ന് പറയുന്നത് 10, 2, 9, 3 വന്നിട്ടുണ്ട്, 4 വന്നിട്ടുണ്ട്, അതുപോലെ 9 repeat ചെയ്ത് വന്നിട്ടുണ്ട്, 7 വന്നിട്ടുണ്ട്, 9 വീണ്ടും repeat ചെയ്ത് വന്നിട്ടുണ്ട്, 1 വന്നിട്ടുണ്ട്, 5 വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ clues ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു clues മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന energies ഉം situations ഉം എല്ലാം നിങ്ങൾ connect ചെയ്ത് നോക്കുക. അപ്പൊ ഇതാണ് ഇന്നത്തെ reading. അപ്പൊ എല്ലാവർക്കും നാളെ വീണ്ടും നല്ലൊരു reading ആയിട്ട് കാണുന്നവരെ ഒരുപാട് നന്ദി.